ആനകൾക്ക് കുറി തൊടിയിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. കുറി തൊടിയിക്കുന്നത് മൂലം നെറ്റിപ്പട്ടത്തിൽ ചായമിളകി നെറ്റിപ്പട്ടം കേടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഇത് സംബന്ധിച്ച സർക്കുലറും ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കി. നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. രാസവസ്തുക്കൾ അടങ്ങിയ കുറിയാണ് ഗുരുവായൂരിലെ ആനകൾക്ക് തൊടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, എന്തായാലും ഈ ആനകൾക്ക് കുറി തൊടിയിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം. അതായത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലെ ശീവേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട ചടങ്ങുകൾക്കും വിലക്കെഴുന്നള്ളിപ്പിനുമെല്ലാം ആനകളെ പൊതുവെ കുറി തൊടിയിച്ചുകൊണ്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പല വിധത്തിലുള്ള കുറി തൊടിയിക്കുന്നത് മൂലം ഈ നെറ്റിപ്പട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുണി ദ്രവിക്കുകയും അത് നെറ്റിപ്പട്ടം നാശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതുമൂലം ദേവസ്വത്തിന് നഷ്ടം വരുന്നുണ്ട്. ഏതാണ്ട് 10,000 മുതൽ 20,000 രൂപ വരെയാണ് ഇത്തരത്തിൽ നഷ്ടം വരുന്നത്. ഒരു നെറ്റിപ്പട്ടം നന്നാക്കാൻ നഷ്ടം വരുന്നതെന്നാണ് പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കാണ് പാപ്പാന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്നും ഈ നഷ്ടപ്പെട്ട തുക ഈടാക്കാനും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൊതുവെ അറിയുന്നത് ഇത്തരത്തിൽ ഈ പാപ്പാന്മാർ ഈ കളഭത്തിന് പകരം അല്ലെങ്കിൽ ചില രാസവസ്തുക്കൾ അടക്കം ഇത്തരത്തിൽ ഈ കുറിയിൽ ചേർക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി, ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ദേവസ്വം കടന്നിട്ടുള്ളത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ കുറി തൊടിയിക്കുന്നതിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ വിളക്കെഴുന്നേൽപ്പിൽ രാത്രികാലങ്ങളിൽ കുറി തൊടിയിക്കുന്നതിൽ നിന്ന് ആനകളെ വിലക്കിയിട്ടുണ്ട്. അതായത് പാപ്പാന്മാരെ വിലക്കിയിട്ടുണ്ട് വിഷ്ണു. ആനന്ദ്, ഒരുപക്ഷെ നമുക്കറിയാം, ഒരുപക്ഷെ പരമ്പരാഗതപരമായിട്ടുള്ള രീതിയാണ് ഈ പറയുന്നത് പോലെ കുറി തൊടുക, കുറിക്ക് മുന്നിലായിട്ട് ഈ നെറ്റിപ്പട്ടം ചാർത്തുക എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഇത്തരത്തിലൊരു പെട്ടെന്ന് ഒരു തീരുമാനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മറ്റ് ഒരുപക്ഷെ ഈ ആനപ്പാപ്പാന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ക്ഷേത്ര അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എങ്ങനെ നോക്കി കാണുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? നമുക്കറിയാം, ഈ ആനകളെല്ലാം നമ്മുടെ ചടങ്ങിന്റെ ഒരു ഭാഗമാണ്, നൂറ്റാണ്ടുകളായി തന്നെ ഭാഗമാണ്. ഇത്തരത്തിൽ ഈ കുറി തൊടുക എന്ന് പറയുന്നത് ആനയുടെ ഒരു അഴകോടുകൂടി തന്നെ അത്തരത്തിൽ ഈ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു രീതിയിലാണ്. ഇത്രയും വർഷങ്ങളായിക്കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ആനകളെ ഏത് ചടങ്ങിൽ പങ്കെടുപ്പിക്കുമ്പോഴും കുറി തൊടുന്ന ഒരു സമ്പ്രദായം എല്ലാ ക്ഷേത്രങ്ങളിലും പതിവുള്ളതാണ്.